PSC എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. SCERT പാഠപുസ്തക പ്രാധാന്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പാഠപുസ്തക അറിവ് ഏത് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കണം. ഇന്ന് 5ാം ക്ലാസ്സിലെ സസ്യലോകത്തെ അടുത്തറിയാം. സയൻസ് പാഠഭാഗമാണ്. സസ്യലോകത്തെ അടുത്തറിയാം. ഈ പാഠഭാഗത്തിൽ നിന്നും പ്രധാന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം, ഹരിതകം. രണ്ടാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം. ഉത്തരം ഓക്സിജൻ. സാധാരണ എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കാൻ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. എന്നാൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നത് ഓക്സിജനാണ്. ഈ ഭാഗത്ത് നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്, രാത്രിയിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം. രാത്രി സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തുവിടുന്നത്. പകല് പ്രകാശ സംശ്ലേഷണ സമയത്താണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ച്? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ച്? ഉത്തരം ഇല. സസ്യലോകത്തിൻ്റെ അടുക്കളയാണ് ഇല, അല്ലേ? ഇനി അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിനെ ജലത്തിൽ ലയിക്കാത്ത അന്നജമാക്കി സസ്യങ്ങൾ സംരക്ഷിക്കുന്നു. ഈ ഗ്ലൂക്കോസാണ് പിന്നീട് അന്നജമാക്കി മാറ്റുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് പറയാം. സ്വപോഷികൾ എന്ന് പറഞ്ഞാൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് സ്വപോഷികൾ. ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രം. ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരമാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം. അതായത് ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു, ഓക്സിജനെ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞു. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. മറ്റൊരു പോയിന്റ്, കരയിലെ സസ്യങ്ങളിൽ ഇലകളുടെ അടിഭാഗത്തും ജലസസ്യങ്ങളിൽ ഇലകളുടെ മുകൾ ഭാഗത്തുമാണ് ആസ്യരന്ധ്രങ്ങൾ കാണുക. കാരണം ഈ ആസ്യരന്ധ്രം വഴിയാണ് ഇലകൾ ശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ നമുക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാക്കാം, ജലത്തിലെ സസ്യങ്ങളിലാണെങ്കിൽ ഇലയുടെ മുകൾ ഭാഗത്തായിരിക്കും ആസ്യരന്ധ്രങ്ങൾ കാണാൻ പറ്റുക. അപ്പോൾ കരയിലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അടിഭാഗത്ത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. മറ്റൊരു പോയിന്റ്, സസ്യങ്ങളിൽ ഊർജം സ്വതന്ത്രമാകുന്നത് എങ്ങനെയാണ്? സസ്യങ്ങളിൽ ഊർജം സ്വതന്ത്രമാകുന്നത് എങ്ങനെയാണ്? ഉത്തരം ശ്വസനം നടക്കുന്നത് വഴിയാണ് ഊർജം സ്വതന്ത്രമാകുന്നത്. ഓക്കെ, ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസിന് ഓക്സീകരണം സംഭവിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസിന് ഓക്സീകരണം സംഭവിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്. ഈ ഊർജം സ്വതന്ത്രമാകുന്നത് ശ്വസനം വഴിയാണെന്നും മനസ്സിലാക്കുക. ഇലകളിൽ ശ്വസനം നടക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. എന്നാൽ കാണ്ഡത്തിൽ ശ്വസനം നടക്കുന്നത് ലെന്റിസെല്ല് വഴിയാണ്. കാണ്ഡത്തിൽ ശ്വസനം നടക്കുന്നത് ലെന്റിസെല്ല് വഴിയാണ്. എന്നാൽ കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ശ്വസന വേരുകൾ ഉപയോഗിച്ചിട്ടാണ്. കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ശ്വസന വേരുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് ഏകാന്തര വിന്യാസം, എതിർവിന്യാസം, സർപ്പിള വിന്യാസം എന്താണെന്ന് നോക്കാം. ഏകാന്തര വിന്യാസം, ഇവിടെ ഇത് തണ്ടാണെങ്കിൽ ഈ തണ്ടിൽ നിന്നും ഇല വരുന്ന ഭാഗത്തെ പർവ്വം എന്ന് പറയാം. അപ്പോൾ ഒരു പർവ്വത്തിൽ നിന്ന് ഒരു വശത്തേക്ക് ഒരില എന്ന ക്രമീകരണമാണ് ഏകാന്തര വിന്യാസത്തിൽ കാണുക. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കൂ. ഒരു പർവ്വത്തിൽ ഒരു വശത്തേക്ക് ഇല, അടുത്ത പർവ്വത്തിൽ മറ്റൊരു വശത്തേക്ക് ഇല, ഈ ക്രമീകരണം. ഉദാഹരണമായിട്ട് ചെമ്പരത്തി ചെടി നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഏകാന്തര വിന്യാസത്തിന് ഉദാഹരണമാണ്. അതുപോലെ സൂര്യകാന്തി, നാരകം, പപ്പായ, വെറ്റില, കറിവേപ്പില എന്നിവയൊക്കെ ഏകാന്തര വിന്യാസത്തിന് ഉദാഹരണമാണ്. അടുത്തത് എതിർവിന്യാസം. ഒരു പർവ്വത്തിൽ നിന്ന് ഇരുവശത്തേക്കും ഇലകൾ. അതായത് പർവ്വത്തിൻ്റെ രണ്ട് സൈഡിലേക്കും ഒപ്പം ഇല വരുന്നതാണ് എതിർവിന്യാസം. ഇവിടെ ചിത്രത്തിൽ കാണിച്ചതുപോലെ. നോക്കൂ, തേക്ക് എതിർവിന്യാസത്തിന് ഉദാഹരണമായിട്ട് പറയാം. തുമ്പ, കാപ്പി, പേര, തെച്ചി, നന്ദ്യാർവട്ടം എന്നിവയൊക്കെ എതിർവിന്യാസത്തിന് മറ്റ് ഉദാഹരണങ്ങളാണ്. അടുത്തത് സർപ്പിള വിന്യാസം. ഒരു പർവ്വത്തിന് ചുറ്റും 3 അതിലധികമോ ഇലകൾ. ഒരു പർവ്വത്തിന് ചുറ്റും 3 അതിലധികമോ ഇലകൾ ഉണ്ടാവും. ഇവിടെ ചിത്രത്തിൽ ഞാൻ വരച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ ഉദാഹരണമായിട്ട് ഏഴിലമ്പാല, അരളി എന്നിവ സർപ്പിള വിന്യാസത്തിന് ഉദാഹരണമാണ്. അടുത്തത് എപ്പിഫൈറ്റ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവ. ഉദാഹരണം മരവാഴ. മറ്റൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മൾ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ആ വാടകയ്ക്ക് താമസിക്കുന്നവർ എന്ത് ചെയ്യാണ്? അവർ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നു. നമ്മൾ വീട് മാത്രമാണ് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് എപ്പിഫൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം മരവാഴ. പരാദ സസ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് വളരുന്ന സസ്യങ്ങളാണ് പരാദ സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, റെഫ്ലേഷ്യ. എന്താണ് ആതിഥേയ സസ്യം? ഈ ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, റെഫ്ലേഷ്യൊക്കെ ഏതെങ്കിലും മരത്തിൻ്റെ കൊമ്പുകളിൽ പറ്റിപ്പിടിച്ച് വളരുകയായിരിക്കും. ആ പ്രധാന മരമാണ് ആതിഥേയ സസ്യമെന്ന് പറയുന്നത്. ഏത് മരത്തിലാണോ പറ്റിപ്പിടിച്ച് വളരുന്നത് ആ മരമാണ് ആതിഥേയ സസ്യമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പരാദ സസ്യത്തെ രണ്ടായിട്ട് തിരിക്കുന്നു: പൂർണ്ണപരാദവും അർദ്ധപരാദവും. എന്താണ് അർദ്ധപരാദം? അർദ്ധപരാദം ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഓക്കെ, ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് അവരുടെ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നവയാണ് അർദ്ധപരാദം എന്ന് പറയുന്നത്. അർദ്ധപരാദത്തിന് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി. അപ്പോൾ അവിടെ നമുക്ക് ഒരു ക്ലൂ വെച്ച് പറയാം. ഇത്തിൽക്കണ്ണി എന്ന് പറയുമ്പോൾ ഇത്തിരി ഉളുപ്പുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആഹാര സാധനങ്ങൾ മാത്രം കട്ടെടുക്കുകയുള്ളൂ, ആഹാരം സ്വയം നിർമ്മിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അർദ്ധപരാദത്തിന് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി. പൂർണ്ണപരാദം. പൂർണ്ണപരാദം എന്ന് പറഞ്ഞാൽ ആതിഥേയ സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നു. അടുത്തത് ശവോപജീവികൾ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ എന്ന് പറയുന്നത്. അതായത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ. ഉദാഹരണം നിയോട്ടിയ മോണോട്രോപ്പ. നിയോട്ടിയ മോണോട്രോപ്പ. ഈ പാഠഭാഗത്തിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്